ചേട്ടൻ, എന്റെ ചേട്ടൻ, നിങ്ങളുടെ ചേട്ടൻ, രൂപാലിയുടെ ചേട്ടൻ, രൂപാലി ചേട്ടൻ, രൂപാലിയുടെ ചേട്ടൻ. ദൈവം എന്നൊന്നില്ല, ദൈവമുണ്ടെങ്കിൽ അതെന്റെ ചേട്ടൻ. കിളവി, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എവിടാ വിളിച്ചിരിക്കുന്നേ? കിളവി, എവിടാ പോയത് നീ? നിങ്ങളായിരുന്നു. കുറച്ചു നേരം സംസാരിച്ചിട്ട് പോവാന്ന് കരുതി. എവിടെയാ നിന്റെ മോള്? എന്താ നിന്റെ ചെവി അടഞ്ഞു പോയോ? ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? അവൾ ഇവിടെ ഇല്ല. അങ്ങനെയാണ്. ഓ, നിന്റെ മോള് ഫീൽഡ് വർക്കിന് വേണ്ടി പോയിരിക്കായിരിക്കാം അല്ലേ? അവിടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. രാഷ്ട്രീയം എന്താണെന്ന് അവക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. പറബായ്, ഇവളെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോടാ. എന്റെ ശരീരം നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ എന്താ പറയുന്നേ? നിന്നെ ഇന്നൊരു വഴിയാക്കും ഞാൻ. നീ നിന്റെ മോള് എന്താ കരുതിയത്? നീയൊക്കെ കൂടെ രാഷ്ട്രീയക്കാരെ കളിപ്പിക്കാൻ നോക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ വെറുതെ വിടത്തില്ല. നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ, നിന്നെ. ആന്റി, എന്താ സംഭവിച്ചത്? അറിയില്ല മോളെ. അമ്മേ, അമ്മേ, ആന്റി ഒന്ന് പറ, എന്താണ് സംഭവിച്ചത്? എന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അമ്മ കണ്ണു തുറക്ക്. മേയറിന്റെ ബോഡി നഷ്ടപ്പെട്ടിരിക്കുക. ഇല്ല ആസ്കർ, എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരു ദിവസം മുഴുവനും നമ്മൾ അവനെയല്ലേ അന്വേഷിച്ച് നടന്നേ. ഇനിയും മരിച്ചിട്ടില്ല. അവൻ എവിടെയോ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മരണം ഇതുപോലെയായിരിക്കും. ഒരുത്തനെ ഞാനിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഈ ഭൂമിക്ക് നിങ്ങളൊരു ഭാരമാണ് അഭ്യാസ്.
ഇവനാണോ അച്ഛനെ കൊന്നത്? ഞാനത് കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടതാ. ടിയാൻ കുടുംബത്തിലെ പ്രധാന ആളുകളുടെ രക്തം ഞാൻ കണ്ടതാണ്. നിപ്പൂർ കശ്യപാണ് ഇവനെ കൊന്നത്. അതെനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മൾ സംസാരിക്കുന്ന മുമ്പ് അവിടുത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ബൈ. സദാ എനിക്കൊരു ചെറിയ ധൈര്യം തന്നുകൂടെ? ഒരല്പമെങ്കിലും. വാപ്പ, ഞാൻ വാപ്പയോട് കൂടിയാ ചോദിക്കുന്നത്. ആദ്യം അവൻ പറഞ്ഞു തീർക്കട്ടെ. ഇനി നിങ്ങളാ എല്ലാം പറയേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങളുടെ അച്ഛനെയാണ് അവൻ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിലും വലിയ അപമാനം ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഞാൻ ഈ നാട് തന്നെ കത്തിക്കാൻ പോവാ. ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ഒരു നല്ല പണിക്കാരൻ ഇതുപോലെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല. ബജൽ, ബുദ്ധിമുട്ടേറിയ ഈ സാഹചര്യത്തിൽ വേണം നീ നിന്റെ ജോലി തുടങ്ങാൻ. എല്ലാ കൺട്രോളും നീ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിനാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു നേതാവെന്ന് പറഞ്ഞാൽ 2 ഭാഗത്തിനും സ്വന്തമായിരിക്കണം. എങ്കിലേ അവൻ തുല്യതയിലാവുകയുള്ളൂ. നാഹിദ് സർ, ബോഡി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഓക്കെ സർ. രണ്ടുപേരും ഇങ്ങോട്ട് വാ.